ഇന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് നോക്കിയാലോ. മാങ്ങാത്തൊക്ക് ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങാത്തൊക്കാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം 1.5 കിലോ മാങ്ങയാണ്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഗ്രേറ്ററിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. കട്ടിയുള്ള തൊലി ആയതുകൊണ്ടാണ് തൊലി കളഞ്ഞത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വന്നോട്ടെ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവയും ഒന്ന് നന്നായി പൊട്ടി വന്നോട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിവർഗ്ഗങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് തീ ഓഫ് ചെയ്യാം. എണ്ണയുടെ ചൂടിലാണ് പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5-6 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തീ ഓഫ് ചെയ്ത് തന്നെ വേണം, അല്ലെങ്കിൽ പൊടിവർഗ്ഗങ്ങൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. മാങ്ങ വേണമെങ്കിൽ കനം കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. നീളത്തിൽ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലയുമായി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം തീ ഓൺ ചെയ്യുക. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് തീ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മുടെ മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതുവരെ നമ്മളിത് കുക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അടിയിൽ പിടിക്കാത്ത രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മാങ്ങയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് വറ്റി വരണം. ഏകദേശം എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം വരെയാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. മാങ്ങ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി അത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2-3 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. ശർക്കരയൊന്ന് പൊടിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. ശർക്കര പൊടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും, പെട്ടെന്ന് യോജിച്ച് വരും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ്. ഓൾറെഡി നമ്മൾ കായപ്പൊടിയും മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. അവസാന സ്റ്റെപ്പിലാണ് നമ്മൾ ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ചെടുത്ത ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. തീ ഓഫ് ചെയ്യാം. അതിനുശേഷം തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം കുപ്പികളിലാക്കി സൂക്ഷിക്കാം. ഇത് കൂടുതൽ നാൾ ഇരിക്കും. ഈ മാങ്ങ ഏകദേശം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 3-4 മാസം വരെയൊക്കെ ഈ മാങ്ങാക്കറി നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസായി അപ്പോൾ ലഭിക്കുന്നതായിരിക്കും.